ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലസിലേക്ക് കാണാൻ പോകുന്നത്. നമ്മുടെ തുരങ്കം എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ അങ്ങോട്ട് കഴിഞ്ഞതും പിന്നെ എറണാകുളത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മുടെ പാലസ് എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രി. പുരാവസ്തു മ്യൂസിയം, ഹിൽ പാലസ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഏരിയയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നമ്മുടെ കുളമാണ് ഫസ്റ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡായിട്ട് ഒരു ഗാർഡൻ ഉണ്ട്. മെയിൻ എൻട്രിയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ചെളിയാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മേലേക്ക് എത്തണം. അതാണ് അതിൻ്റെ പുറം ഭാഗം. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ചെരുപ്പൊക്കെ കൊണ്ടുപോയി വെച്ച ശേഷം ക്യൂ നിൽക്കുകയാണ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസുകൾ എടുക്കാം, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഇതിലെടുത്ത് ആഡ് ചെയ്തു. ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിലെ ഓരോ ഭാഗങ്ങളും പാട്ടുകളും ഡയലോഗൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും, എൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഒരു ചേട്ടനാണെങ്കിലും ആ മൂവിയിലുള്ള പാട്ട് പാടിയിട്ടാണ് ഈ ഓരോ സ്ഥലങ്ങളും കാണുന്നത്. എക്സിബിഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോന്നും കണ്ടിട്ട് ഇവർ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ടല്ലോ, ഞാനും ഒറ്റയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞ് ഇത് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ഗായ്സ്. ഇതൊക്കെ പിന്നെ നമ്മുടെ പല്ലക്കും അങ്ങനെ കുറച്ച് വാദ്യോപകരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ പ്രദർശനത്തിനേക്കാൾ കൂടുതലായിട്ട് ആ പാലസിൻ്റെ ഉള്ളിൽ കാണാനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം നമ്മൾ ആ മൂവി കണ്ട മുതൽ ഇവിടെ ഒന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സോ അത് കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് മാത്രം എത്താൻ പറ്റുള്ളൂ, കാരണം എറണാകുളത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പാലക്കാട് തന്നെ തിരിച്ചു. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.